ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഗ്ലിറ്റർ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ വില കൊടുത്ത് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഗ്ലിറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഏത് കളറിലുള്ള ഗ്ലിറ്റർ വേണമെങ്കിലും നമുക്ക് വീട്ടിലുള്ള രണ്ട് ചേരുവ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കളറിലുള്ള ഗ്ലിറ്ററാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, റെഡും ബ്ലൂവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഗ്ലിറ്റർ തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജെലാറ്റിനാണ്. ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ജെലാറ്റിന് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിനിലേക്ക് 3 ടേബിൾ സ്പൂണാണ് വെള്ളം വേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂണിലേക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു ജെലാറ്റിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇതുപോലെ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ മെൽറ്റായി കിട്ടണം കേട്ടോ. ഇനി നമ്മുടെ ഗ്ലിറ്ററിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു 2 ബൗളിലേക്കും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ 2 ബൗളിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര കളറിലാണോ നിങ്ങൾ തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് അത്രയും ബൗളിലേക്ക് ആക്കി വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഏത് കളറാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോയൽ ബ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 റോയൽ ബ്ലൂവും പിന്നെ സൂപ്പർ റെഡിൻ്റെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൗളിലേക്ക് ഒരു 2 ഡ്രോപ്പ് ബ്ലൂ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡ് കളറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജെൽ കളർ ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ നല്ല കറക്റ്റായിട്ട് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ 2 കളറും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെയുള്ള നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന ആ ഒരു ഗ്ലാസ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് വളരെ തിന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഡെക്കറേഷനും അതുപോലെ പുൾമിയപ്പ് കേക്കൊക്കെ നമ്മൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഒന്ന് വളരെ തിന്നായിട്ട് വേണം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ സിലിക്കൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷീറ്റ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി റെഡ് കളറും നമുക്ക് ഇതുപോലെയുള്ള ഷീറ്റിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെയുള്ള ഷീറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ക്ലീൻ റാപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ക്ലീൻ റാപ്പിൽ കുറച്ച് ഞാൻ ബ്ലൂ കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തിന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് കേട്ടോ. ഈ ഒരു കവറിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗ്ലാസ് പേപ്പറൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. ഇതിലും നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ എല്ലാ ഷീറ്റും ഒരു ഓവർനൈറ്റ് മാറ്റി വെക്കുക, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് ഒരു 3 മണിക്കൂറോ 2-3 മണിക്കൂർ വെയിലത്ത് വെച്ചാൽ ഇത് ഷീറ്റിൽ നിന്ന് വേറിട്ട് പോരും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഷീറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ വേർപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ വേർപ്പെട്ട് കിട്ടും. ശരിക്കും ഇത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ.
ഇനി ബ്ലൂ കളറിലുള്ളതും നമുക്കിതിൽ നിന്ന് എടുക്കാം. പിന്നെ ഇത് നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൽ വെച്ചതായിരുന്നു കേട്ടോ. അതും ഇതുപോലെ വേർപെട്ട് പോന്നിട്ടുണ്ട്. ഇത് ക്ലീൻ റാപ്പിൽ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അതും നമുക്ക് വേർപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ റാപ്പൊന്നും നമുക്ക് വേർപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഗ്ലാസ് പേപ്പർ ഇല്ലെങ്കിലും നമുക്ക് ക്ലീൻ റാപ്പ് ഉണ്ടെങ്കിലും അതിൽ ചെയ്യാം. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ, കട്ടിയുള്ള കവർ കേട്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതുപോലെ വേർപ്പെടുത്തി എടുക്കാൻ പറ്റും. ഇനി നമ്മളത് ഗ്ലിറ്റർ ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ചെറിയ പീസാക്കി എടുക്കാം കേട്ടോ നല്ലത്. ഇതിപ്പോൾ ഈ ഒരു വലിപ്പത്തിലായപ്പോൾ കുറച്ച് സമയം വന്നിട്ടുണ്ട് ഇത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. അപ്പോൾ ചെറുതാക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ശരിക്കൊരു നമ്മുടെ പ്ലാസ്റ്റിക് കവർ പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അപ്പോൾ ആദ്യം നമുക്ക് ഈ റെഡ് കളർ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റെഡ് കളറിലുള്ള ഗ്ലിറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്ലൂ കളറിലുള്ള ഷീറ്റും നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ ഉള്ളൂ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ റെഡ് കളറിലുള്ളത് തന്നെ ഞാൻ കുറച്ച് സമയം വൈകി പൊടിഞ്ഞ് കിട്ടാൻ മിക്സി നിർത്തിയിട്ടാണ് അടിച്ചെടുത്തത്. കുറച്ച് വലിയ പീസായത് കാരണം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ബ്ലൂ കളറിലുള്ളതും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അരിപ്പയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അരിപ്പയിലുള്ളത് വീണ്ടും ഒന്നും കൂടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്ത് ഒന്ന് ചെറുതാക്കിയിട്ട് പിന്നീട് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ തരികളായിട്ടുള്ള ഗ്ലിറ്റർ കിട്ടും. അപ്പോൾ ബ്ലൂ കളറിലുള്ള ഗ്ലിറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട ഗ്ലിറ്റർ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ജലാറ്റിൻ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജലാറ്റിൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹലാലായിട്ടുള്ള ജലാറ്റിനാണ് കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിത് ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള നല്ലൊരു ഗ്ലിറ്ററാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്